പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. രണ്ടാം പിണറായി സർക്കാരിന്റെ 5ാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷിച്ചത്. 4ാം വാർഷികാഘോഷ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച് ചെറിയൊരാഘോഷം. ഒരു ഘടകകക്ഷി മന്ത്രി ഒഴികെ എല്ലാവരെയും ചേർത്തു നിർത്തിയായിരുന്നു ആഘോഷം. മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ, KB ഗണേഷ് കുമാർ, K കൃഷ്ണൻകുട്ടി, K രാജൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. എറണാകുളം ജില്ലക്കാരനായ മന്ത്രി P രാജുവും കേക്ക് മുറിക്കാനെത്തി. വനം മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല. വനം വകുപ്പിനെതിരെ CPM നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ്. ഇതോടെ വനം മന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയം ഉയരുന്നുണ്ട്. മന്ത്രി അബ്ദുറഹ്മാനെയും പങ്കെടുപ്പിച്ചിരുന്നില്ല. അബ്ദുറഹ്മാൻ സ്വതന്ത്ര MLA ആണ്. CPM ബർത്തിലാണ് മന്ത്രിയായത്. എന്നാൽ ശശീന്ദ്രന്റെ കാര്യം അതല്ല, ഘടകകക്ഷി മന്ത്രിയാണ്. എന്നിട്ടും ശശീന്ദ്രൻ കേക്ക് മുറിക്കെത്തിയില്ല. മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്തുണ്ടെന്നതാണ് മറ്റൊരു വസ്തുത. മെസ്സിയും അർജന്റീനൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാനെത്തുമോ എന്ന വിവാദം ശക്തമാണ്. ഇതിനിടെയാണ് കായിക മന്ത്രിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായത്. 2021 മെയ് 20-നാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ 2ാം ഘട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രി കസേരയിൽ പിണറായി വിജയൻ 10ാം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന പ്രത്യേകതയും ഈ മെയ് 20-നുണ്ട്. അടുത്ത മെയ്യിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന സസ്പെൻസിന്റെ ഉത്തരമാകും ഇനിയുള്ള നാളുകൾ. അതേസമയം കെടുകാര്യസ്ഥതയും ധൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ച് വാർഷികാഘോഷ ദിവസം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം. നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും, നിരവധി പേരുടെ ജീവനെടുക്കുന്ന വന്യജീവി ആക്രമണങ്ങൾ, ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ, ഏറെ ആരോപണങ്ങൾക്ക് വഴിവെച്ച ADM നവീൻ ബാബുവിന്റെ മരണം, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIO കേസ്, തുച്ഛമായ വേതന വർധനവിനായുള്ള ആശാ വർക്കർമാരുടെ സമരം തുടങ്ങി നിരവധി വിവാദങ്ങളുണ്ട്. പോലീസ് അനാസ്ഥയും ക്രൂരതകളും തുടരുന്നു. വിഴിഞ്ഞം തുറമുഖവും ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി, തീരദേശ മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയാണ് പിണറായിയുടെ ആഘോഷം. തൃശൂർ പൂരം കലക്കലും PV അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും PP ദിവ്യ വിവാദവും എല്ലാം സർക്കാരിന് പ്രതിസന്ധിയാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറി തന്നെയാവും 3ാം ഊഴത്തിനുള്ള പോരാട്ടത്തിന് CPM രംഗത്തിറങ്ങുക എന്നുറപ്പാണ്. അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ധൂർത്തും ഉയർത്തിക്കാട്ടിയാണ് വാർഷികാഘോഷങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കനിദിനാചരണവുമായി കളം നിറയുന്നത്. ആശമാർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷികാഘോഷങ്ങൾക്കായി കോടികൾ ധൂർത്തടിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 2016 മുതൽ LDF സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് 10ാം വർഷം എന്നതാണ് CPM പറയുന്നത്. 3ാം തുടർഭരണത്തിലേക്കുള്ള കായ്വെപ്പ് കൂടിയാവും ഈ വികസന വർഷം. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞം തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴി ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായി വികസന രംഗത്തും കുതിച്ചുചാട്ടത്തിനൊരുങ്ങുകയാണ് സർക്കാർ. പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റുക മാത്രമല്ല, നാടിന്റെ ഭാവി പരിഗണിച്ച് പുതിയ പദ്ധതികൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കേരളം പിന്നിലാണെന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിക്കുന്നവരുടെ മുന്നിലേക്ക് തന്നെയാണ് നിരവധി ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങളുടെ വാർത്തകൾ എത്തിയത്. അടിസ്ഥാന മേഖലയിൽ കൂടുതൽ കരുത്താർജിക്കണമെന്ന കാഴ്ചപ്പാടോടെയാണ് ഓരോ പദ്ധതിയും. കേരളപ്പിറവി ദിനത്തിൽ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കാറുള്ളതുപോലെ സർക്കാരും ജനങ്ങളും പരസ്പരം കൈകോർത്തു നിൽക്കുന്നതും വർഗീയതയും വിഭാഗീയതയും കീഴ്പ്പെടുത്താൻ വരുമ്പോൾ മാനവിക ഉയർത്തിപ്പിടിക്കുന്നതുമായ മാതൃകയാണ് കേരളത്തിന്റെ പ്രത്യേകത. ഇത് തുടരണമെന്ന ജനകീയ ഇച്ഛ കേരളത്തിൽ മുഴങ്ങുന്നുവെന്ന് CPM പറഞ്ഞു വെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.